തന്നെ ഈ വെടിനിർത്തൽ കരാർ, നേരത്തെയും വെടിനിർത്തൽ കരാറൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തും നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ വിരുദ്ധമായ നിലപാട് ഉരുത്തിരിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പ്രധാനമായും പറയുകയാണെങ്കിൽ സ്മോട്രിച്ചും അതുപോലെ തന്നെ ബെൻഗവറുമാണ് ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്ഥിതിക്ക് എന്തായിരിക്കും ഇവരുടെയൊക്കെ ഒരു നിലപാട്? അമൃത, അതും വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇന്ന് അല്പം മുമ്പാണ് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവിർ അതോടൊപ്പം തന്നെ സ്മോട്രിക്, ഈ രണ്ടു പേരുമായിട്ട് നെതന്യാഹു പ്രത്യേകം ചർച്ച നടത്തിയത്. ഈ രണ്ട് മന്ത്രിമാരും വ്യക്തമാക്കിയിരിക്കുന്നത് ബന്ദികളുടെ കൈമാറ്റം എന്നത് പിന്നെ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഹമാസിനെ തീർത്തും ഉന്മൂലനം ചെയ്യുക എന്നതാണ് യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ നിർണയിച്ചത്. പക്ഷെ അതിലേക്ക് നമുക്ക് ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഇനിയും എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഗസയുടെ അധികാരത്തിൽ ഇപ്പോൾ പോലും പിടിമുറുക്കിയിരിക്കുന്നത് ഹമാസാണ്. അപ്പോൾ ബന്ദികളുടെ കൈമാറ്റം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യേണ്ട ഒരു അനിവാര്യമായിട്ടുള്ള ഘട്ടമുണ്ട്. അതിന് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശമാണ് സ്മോട്രിക്കും ബെൻഗവറും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. യായർ ലാപ്പിഡ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്നത് ഈ ബന്ദികളുടെ കൈമാറ്റത്തിന് അവർ തിരിച്ചെത്തുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണിപ്പോൾ സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവറും നെതന്യാഹുവുമായി ചേർന്ന് നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം മാത്രമാണ് നെതന്യാഹുവിനും ബെൻഗവറിനും സ്മോട്രിക്കിനും താല്പര്യം. അതിന് ഇസ്രായേൽ പൊതുസമൂഹം നിന്നുകൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ജെറൂസലമിലും തെല്ലവീവിലും ഒക്കെ 10,000-ങ്ങളാണ് ഈ രാത്രിയിലും റാലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് ഈ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ, യുദ്ധം നിർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ നെതന്യാഹു ഏത് തീരുമാനമായിരിക്കും നടത്തുക എന്ന കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. ഇന്ന് രാത്രി അദ്ദേഹം ഇസ്രായേലിനെ അഭിസംബോധന ചെയ്ത് ടെലിവിഷനിലൂടെ സംസാരിക്കുന്നുണ്ട്. അതിൽ ഔദ്യോഗികമായി ഒരുപക്ഷെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നെതന്യാഹു വെളിപ്പെടുത്തുമെന്ന ഒരു സൂചനയും വാർത്തയുമാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നാസറി പറഞ്ഞതുപോലെ ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നൊക്കെയാണല്ലോ വലതുപക്ഷ മന്ത്രിമാർ പറയുന്നത്. ആ ഒരു നിർദ്ദേശം അത് ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അവിടുത്തെ ഇതിൽ നിർണായകമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. നെതന്യാഹുവും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഇന്നലെ രാത്രി വരെ കരുതിയത് ഈ 20 ദിന പദ്ധതി പൂർണ്ണമായും ഫലസ്തീൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് തന്നെ ഹമാസ് അത് നിരാകരിക്കും. അതോടുകൂടി കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി കൂടുതൽ വന്യമായിട്ടുള്ള ആക്രമണത്തിലൂടെ ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നൊരു നിലപാടായിരുന്നു, ഒരു പ്രതീക്ഷയായിരുന്നു ഈ മന്ത്രിമാർക്കും നെതന്യാഹുവിനും ഉള്ളത്. പക്ഷേ അതിന് തകിടം മറിച്ചുകൊണ്ടാണ് വളരെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിലവർ പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത് സാഹചര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ ബന്ദി കൈമാറ്റത്തിന് തങ്ങൾ ഒരുക്കമാണ്. മറ്റു കാര്യങ്ങളൊക്കെ തുറന്ന ചർച്ചകളിലൂടെ അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലായത് നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഈവൻ ട്രംപ് കൂടിയാണ്. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ സമിതിക്ക് അധികാരം കൈമാറാൻ സന്നദ്ധതയും ഹമാസ് പ്രഖ്യാപിച്ചതോടുകൂടി ഈ അറബ് മുസ്ലിം രാജ്യങ്ങളും കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഈ പ്രതിസന്ധി തീർക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ട്രംപിന് മാത്രമല്ല അറബ് മുസ്ലിം രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും വന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഹമാസിന്റെ ഏറ്റവും ആസൂത്രിതമായിട്ടുള്ള കരുതലോടുകൂടിയുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം അവരെ അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനെ എങ്ങനെ മറികടക്കണമെന്നും ബന്ദികളുടെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, അതേസമയം ഹമാസിനെ ഇല്ലായ്മ ചെയ്യണം. ഈ 2 വർഷമായി തുടരുന്ന ഈ അരും കൊലയിലൂടെ ഇപ്പോൾ പോലും ഹമാസിന് വലിയ സ്വാധീനം അവിടെ ഉണ്ട് എന്ന് ഇസ്രായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇനിയും ഗസ സിറ്റി കീഴടക്കാനുള്ള ഒരു നീക്കം പോലും എവിടെയും എത്തിയിട്ടില്ല. ആയിരങ്ങളെ കൊന്നൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ മരണസംഖ്യ ഇന്നിപ്പോൾ 67,000 കടന്നിരിക്കുകയാണ്. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥ സിവിലിയൻ സമൂഹത്തോട് ചെയ്തു എന്നതല്ലാതെ ഈ പോരാളി സംഘടനകളെ അമർച്ച ചെയ്യാനോ അവരുടെ വീര്യം നശിപ്പിക്കാനോ ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ധർമ്മ സങ്കടത്തിലേക്കാണ് ആ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രാത്രിയിലും ബന്ദികളെ വിട്ടുകിട്ടണമെന്ന ഒരാവശ്യവുമായി, യുദ്ധം നിർത്തണമെന്ന ആവശ്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഏത് നിലപാട് സ്വീകരിക്കണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരു നെതന്യാഹുവിനെയും തീവ്ര വലതുപക്ഷ മന്ത്രിമാരെയുമാണ് ഈ രാത്രിയിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൃത. ഓക്കെ നാസർ, ഏതായാലും ഈ സമാധാന ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്, അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. ഗസയിലെ അവസ്ഥ എന്താണ് നാസർ ഇപ്പോൾ?
ഗസയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിൽ ജനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഇന്ന് ഗസയുടെ പല ഭാഗത്തും നടന്നിരുന്നു. കാരണം 2 കൊല്ലത്തിലേക്ക് എത്തി നിൽക്കുന്ന 2 കൊല്ലം പൂർത്തീകരിക്കപ്പെടുന്ന ഈ വംശഹത്യ അവസാനിക്കാൻ പോകുന്നു എന്ന വലിയ പ്രതീക്ഷ ട്രംപിന്റെ ഇന്നലത്തെ പ്രഖ്യാപനത്തോടു കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെയും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ആക്രമണങ്ങൾ പല ഭാഗത്തേക്കും ഇസ്രായേലിൽ നിന്ന് വ്യാപിപ്പിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന തെക്കൻ ഗസയിലെ മവാസി കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ടായി. തുടർന്നും വ്യാപകമായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോൾ രാത്രി ട്രംപിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം വന്നതോടുകൂടി ഗസയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്നതായിട്ടുള്ള ചില സൂചനകൾ ഗസയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ നൽകുന്നുണ്ട്. അത് തുടരുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യം തുടരുമോ എന്നത് ഒരു പക്ഷേ ഇന്ന് രാത്രി നെതന്യാഹു നടത്തുന്ന ഈ പ്രസംഗത്തിലൂടെ ആയിരിക്കും വ്യക്തമാവുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഈജിപ്തിന്റെ സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഷർം ഷെയ്ഖിൽ നടക്കുന്ന ആ ഒരു സാങ്കേതിക യോഗത്തിലൂടെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് ബന്ധപ്പെട്ട കക്ഷികൾക്ക് സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബന്ദികളുടെ കൈമാറ്റത്തിന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ സൈന്യം തുടരുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇസ്രായേൽ മാധ്യമങ്ങളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ 20 ദിന പദ്ധതിയുടെ തുടർ നീക്കങ്ങൾ അത് കുറേ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങൾ അതിലുണ്ട്. കാരണം ഹമാസിന്റെ നിരായുധീകരണം, അതോടൊപ്പം തന്നെ ഒരു യുദ്ധാനന്തര ഗസയുടെ ഭാവി, പുതിയ സർക്കാരിന്റെ സ്വഭാവം, ഇത്തരം കാര്യങ്ങളിലൊക്കെയും അത്ര എളുപ്പമല്ല ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നത്. അതും മാത്രമല്ല ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും ഈ ഒരു 20 ദിന പദ്ധതിയോടും ഹമാസിന്റെ ഈ ഒരു പ്രതികരണത്തോട് എത്ര കണ്ട് താല്പര്യം എടുക്കും എന്നത് സംബന്ധിച്ച ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മുമ്പൊക്കെയും ഇതേപോലെ തന്നെ വലിയ പ്രതീക്ഷ ഒരു ഭാഗത്തുണ്ടാവുന്നു. ആ പ്രതീക്ഷയെ അട്ടിമറിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ, കൂടുതൽ കുരുതികൾ നടക്കുന്ന ഒരു സാഹചര്യം മുമ്പൊക്കെ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ഈ ഒരു പ്രതീക്ഷ ലോക ജനതയ്ക്കും എല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ എത്ര കണ്ട് വിജയിക്കാൻ സാധിക്കുമെന്ന ചോദ്യം ഈ രാത്രിയിലും ബാക്കി നിൽക്കുകയാണ്. നാസർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അറിയേണ്ടത് ഫ്രീഡം ഫ്ലോട്ടിലെ കുറിച്ച് തന്നെയാണ്. അതിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെയൊക്കെ ഇസ്രായേൽ കരുതൽ തടങ്കലിലാക്കുകയായിരുന്നല്ലോ. ഇവരെ സംബന്ധിച്ച് എന്താണ് ഇസ്രായേലിന്റെ നിലപാട്? ഇവരെ സ്വന്തം നാടുകളിലേക്ക് വിട്ടയച്ചു തുടങ്ങിയോ? അവിടുത്തെ ഏതാണ്ട് വളരെ ചുരുക്കം പേരെ മാത്രമാണ് അതാത് നാടുകളിലേക്ക് ഇപ്പോൾ തിരിച്ചുവിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും മസ്തോദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ പ്രത്യേക തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ഗ്രേറ്റർ തുംബർഗ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾക്കെതിരെ വലിയ തോതിലുള്ള അപഹാസ്യമായിട്ടുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇസ്രായേലിന്റെ പതാകയിൽ ചുംബിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ആക്ടിവിസ്റ്റുകളോട് ആവശ്യപ്പെട്ടു. ഇന്നലെ തീവ്ര വലതുപക്ഷ മന്ത്രി ബെൻഗവിർ ഇവരെ പാർപ്പിച്ചിരിക്കുന്ന തടങ്കൽ കേന്ദ്രം സന്ദർശിക്കുകയും അവരെ പരിഹസിച്ചുകൊണ്ടുള്ള, അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ തീവ്രവാദികളാണെന്നും ഹമാസിന് വേണ്ടിയാണ് അവർ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില സംഘടിപ്പിച്ചതെന്ന് പിന്നെ അധിക്ഷേപിക്കുന്ന കുറേ പരാമർശങ്ങൾ മന്ത്രി നടത്തി. ഇതിനൊക്കെ എതിരെ അന്തർദേശീയ തലത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു പിന്നെ കുരുതി നേരിടുന്ന ഒരു ജനതയെ സംരക്ഷിക്കാനും അവർക്ക് സാധ്യമായിട്ടുള്ള പിന്തുണ നൽകാനുള്ള ഒരു അന്താരാഷ്ട്ര മര്യാദയുടെ ഭാഗമായി നിരായുധരായിട്ട് പുറപ്പെട്ട ഈ സംഘാംഗങ്ങളോട് ഈ വിധത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് ഒരു നിലക്കും തങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള, പോർച്ചുഗീസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചയക്കാനും അവരോട് മാന്യമായിട്ട് പെരുമാറാനുമുള്ള നിർദ്ദേശങ്ങളാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.